സംസ്ഥാനത്ത് മുസ്ലിം ജനതയെ കുറ്റവാളിയാക്കിയതിന്റെ ഉത്തരവാദിത്തം ബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജിക്ക്. അവരുടെ വോട്ടുകൾ ചൂഷണം ചെയ്യുന്നു എന്ന പേരിൽ അവർക്കൊപ്പം നിന്നുകൊണ്ട് തന്നെ അവരെ തീവ്രവാദത്തിലേക്കും അതുപോലെ മറ്റ് കുറ്റവാളികളാക്കുന്നതിലേക്കും ഒക്കെ തന്നെ തള്ളിവിടുന്നതിലേക്കൊക്കെ കൂട്ടുനിൽക്കുകയാണ് മമത ചെയ്തിട്ടുള്ളത്. മമതയ്ക്കെതിരെ രൂക്ഷ വിമർശനം അഴിച്ചുവിട്ടുകൊണ്ട് ഹുമയൂൺ കബീർ രംഗത്ത്. തൃണമൂൽ കോൺഗ്രസ് നേതാവ് കൂടിയാണ് ഹുമയൂൺ കബീർ. അതുപോലെ തന്നെ ഇരു നേതാക്കളും തമ്മിൽ ഇപ്പോൾ വലിയ വാഗ്വാദങ്ങൾ നടക്കുന്നതിനിടയിലാണ് വീണ്ടും ഇത്തരത്തിൽ വിമർശനങ്ങൾ ഉന്നയിച്ചുകൊണ്ട് രംഗത്ത് വരുന്നത്. ബാബറി മസ്ജിദ് പണി കഴിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ ഉയരുന്നതിനിടയിലാണ് വീണ്ടും പാർട്ടി വിരുദ്ധ പ്രവർത്തനങ്ങൾ ആരോപിച്ചുകൊണ്ട് തൃണമൂൽ കോൺഗ്രസ് സസ്പെൻഡ് ചെയ്ത ഭരത്പൂർ MLA ആയ ഹുമയൂൺ കബീർ പുതിയ രാഷ്ട്രീയ മുന്നണി ആരംഭിക്കുമെന്ന് അറിയിച്ചുകൊണ്ട് രംഗത്ത് വരുന്നതും. മുഖ്യമന്ത്രി മമതാ ബാനർജി തന്നെ രാജ്യദ്രോഹി എന്ന് വിളിച്ചതിന് പിന്നാലെ തന്നെ വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ താൻ ഒരു കിങ് മേക്കറായി തന്നെ ഉയരുമെന്നാണ് കബീർ ഇപ്പോൾ പരസ്യമായി തന്നെ തിരിച്ചടിച്ചിരിക്കുന്നത്. മമതാ ബാനർജിയുടെ രാജ്യദ്രോഹി എന്ന് വിളിച്ചുകൊണ്ട് മറുപടിയായി തിരഞ്ഞെടുപ്പ് പ്രചരണത്തിനിടെ ഉചിതമായ മറുപടി ഇതിന് നൽകുമെന്നും കബീർ പറയുന്നു. അതേസമയം കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം തന്നെ ഒരു വാർത്ത പുറത്തു വന്നിരുന്നു. അതായത് ബാബറി മസ്ജിദ് നിർമ്മിക്കുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് സംഭാവനകൾ സ്വീകരിക്കുന്നതായി തന്നെ ഹുമയൂൺ കബീർ ഒരു അഭ്യർത്ഥന നടത്തിയിരുന്നു. അതായത് മുസ്ലിം സഹോദരങ്ങൾക്കിടയിലാണ് ഇത്തരത്തിലൊരു അഭ്യർത്ഥന നടത്തിയത്. മാത്രമല്ല ഈ അഭ്യർത്ഥന പ്രകാരം മുസ്ലിങ്ങളാകട്ടെ തങ്ങളുടെ ഖജനാവ് ഇതിനായി തന്നെ തുറന്നു നൽകിയതായും ഒരു വാർത്ത പുറത്തു വന്നിരുന്നു. ഇത്തരത്തിൽ ഹുമയൂൺ കബീറിന്റെ അക്കൗണ്ടിലേക്ക് ഒഴുകിയതാകട്ടെ 2.47 കോടിയുടെ സംഭാവനകളാണ് എന്നതാണ് വ്യക്തമാകുന്നത്. അതായത് ഈ ഫണ്ടുകളെല്ലാം തന്നെ ഇന്ത്യയിൽ നിന്ന് മാത്രമല്ല, എന്നാൽ ഈ രാജ്യം വ്യാപകമായി തന്നെ ഈ ഫണ്ടുകളെല്ലാം തന്നെ എത്തുകയാണ് ഉണ്ടായിരിക്കുന്നത്. ഈ ഫണ്ടുകളെല്ലാം തന്നെ മറ്റ് ഗൾഫ് രാജ്യങ്ങളിൽ നിന്നടക്കം തന്നെ ഒഴുകിയെത്തിയതായും റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നുണ്ട്. മാത്രമല്ല ഇദ്ദേഹമാകട്ടെ ഒരു തൻ്റെ സ്വവസതിയിൽ അത് ലൈവായി തന്നെ പ്രേക്ഷകരിലേക്ക് കാണിച്ചുകൊണ്ടാണ് ഈ നോട്ടുകളെല്ലാം തന്നെ വന്ന സംഭാവനകളുടെ നോട്ടുകളെല്ലാം തന്നെ എണ്ണി തിട്ടപ്പെടുത്തുന്നത്. ഇതിനായി തന്നെ അവിടേക്ക് എത്തിച്ചതാകട്ടെ മദ്രസകളിലെ അധ്യാപകരെയാണ് ഈ നോട്ടുകൾ എണ്ണി തിട്ടപ്പെടുത്തുന്നതിനായി തന്നെ കൊണ്ടുവന്നത്. ഇതും ഇപ്പോൾ വലിയ വിവാദങ്ങൾക്കും ചർച്ചകൾക്കും ഒക്കെ തന്നെ സൈബർ ഇടത്തിൽ വലിയ രീതിയിൽ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നതിനിടയിലാണ് വീണ്ടും മമതാ ബാനർജിക്കെതിരെ ഇത്തരം ഒരു ആരോപണം ഉന്നയിച്ചുകൊണ്ട് തിരിച്ചു വരുന്നത്, അല്ലെങ്കിൽ തിരിച്ചടിച്ചുകൊണ്ട് രംഗത്ത് വരുന്നത്. എന്നാൽ മമതാ ബാനർജിയും ഒട്ടും വിട്ടുകൊടുക്കാതെ തന്നെ വീണ്ടും അവിടേക്ക് ഇരുവരും തമ്മിൽ വലിയൊരു വാഗ്വാദവും അല്ലെങ്കിൽ ഒരു പോര് മുറുകുന്ന കാഴ്ചയാണ് കാണാൻ സാധിക്കുന്നത്. അതായത് താൻ രൂപീകരിക്കുന്ന പാർട്ടി ഹിന്ദുക്കൾക്കും മുസ്ലിങ്ങൾക്കുമെതിരെ പോരാടുമെന്നും ആരെയും സ്വന്തം ലാഭത്തിനു വേണ്ടി ഉപയോഗിക്കില്ല എന്നതാണ് കബീർ പറയുന്നത്. ചില പാർട്ടികൾ മുസ്ലിങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുമ്പോൾ മറ്റു ചിലതാകട്ടെ ഹിന്ദുക്കളെ തെറ്റിദ്ധരിപ്പിക്കുകയാണ് ചെയ്യുന്നത്. എന്നാൽ തൻ്റെ പാർട്ടി രണ്ടിനെയും അവിടെ രണ്ടിനെതിരെയും പോരാടുമെന്നും കബീർ പറയുന്നു. മമത വോട്ടിന് വേണ്ടി മാത്രം മുസ്ലിങ്ങളെ ഉപയോഗിക്കുകയാണ് ചെയ്യുന്നത്. നമ്മുടെ യുവാക്കളെ കുറ്റകൃത്യങ്ങളിലേക്ക് തള്ളിവിടുകയല്ലാതെ മറ്റൊന്നും തന്നെ TMC ചെയ്യുന്നില്ല എന്നും, അല്ലെങ്കിൽ എന്താണ് ഇതിനപ്പുറം നിങ്ങൾ ചെയ്യുന്നതെന്നും അദ്ദേഹം ചോദിക്കുകയാണ് ചെയ്തിരിക്കുന്നത്. വർഗീയ രാഷ്ട്രീയത്തിൽ ഏർപ്പെടുമെന്ന ആരോപണങ്ങൾ കബീർ നിഷേധിക്കുകയും ചെയ്തു. TMCയും BJPയും തന്റെ ശത്രുക്കളാണ് എന്ന് പറഞ്ഞ കബീർ ആകട്ടെ ഈ രണ്ട് പാർട്ടികളെയും അധികാരത്തിന് പുറത്താക്കണമെന്ന് ആഗ്രഹിക്കുന്നതായും പറയുന്നു. വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തന്റെ പാർട്ടി 135 സീറ്റുകൾ തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുമെന്നും അതിൽ 80 മുതൽ 90 സീറ്റുകൾ ന്യൂനപക്ഷ ആധിപത്യമുള്ള, ബാക്കിയുള്ളവ ഹിന്ദു ആധിപത്യമുള്ളവയായിരിക്കുമെന്നും കബീർ പ്രഖ്യാപിക്കുകയും ചെയ്തിട്ടുണ്ട്. തന്റെ പാർട്ടിയെ മതേതരമെന്ന് വിശേഷിപ്പിച്ചുകൊണ്ട് കബീർ ഈ പാർട്ടി ബംഗാളിലെ 11.5 കോടി ജനങ്ങളുടെ അവിടെ ശബ്ദമായി മാറുമെന്ന് പറയുന്നു. നിലവിലെ രാഷ്ട്രീയ സമവാക്യങ്ങളിൽ ഒരു സാഹചര്യത്തിലും TMCക്കും BJPക്കും അതായത് 148 എന്ന ഭൂരിപക്ഷ സഖ്യത്തിലെത്താൻ കഴിയില്ല എന്നും അത്തരമൊരു സാഹചര്യത്തിൽ താൻ തന്നെ കിങ് മേക്കറുടെ പങ്ക് വഹിക്കുമെന്നാണ് കബീർ ഇവിടെ അവകാശപ്പെട്ടിരിക്കുന്നത്. അതേപോലെ തന്നെ ഡിസംബർ 6 മുർഷിദാബാദിൽ ബാബറി മസ്ജിദിന്റെ മാതൃകയിൽ ഒരു പള്ളി പണിയുന്നതിനായി തന്നെ കബീർ തറക്കല്ലിടുകയും ചെയ്തിരുന്നു. ഡിസംബർ 6 മുർഷിദാബാദിൽ ബാബറി മസ്ജിദിന്റെ മാതൃകയിൽ ഒരു പള്ളി പണിയുന്നതായി തന്നെ കബീർ അതിന് തറക്കല്ലിടുകയും ചെയ്തിരുന്നു. ഇതിനുവേണ്ടിയാണ് അദ്ദേഹം ഇത്തരത്തിൽ ഫണ്ട് സ്വരൂപിക്കുകയും ഇന്ത്യയിൽ നിന്ന് മാത്രമല്ല മറ്റ് ഗൾഫ് രാജ്യങ്ങളിൽ നിന്നടക്കം ഫണ്ട് അഭ്യർത്ഥിക്കുകയും ചെയ്തിരുന്നത്. ഇതാണ് കബീറിന്റെ ഏറ്റവും വലിയ രാഷ്ട്രീയ പ്രഖ്യാപനമായി പറയുന്നത്. ഉത്തർപ്രദേശിലെ ബാബറി മസ്ജിദിന്റെ ഘടനയെ അടിസ്ഥാനമാക്കിയായിരിക്കും ഈ പള്ളി നിർമ്മിക്കുന്നതെന്നും കബീർ അവകാശപ്പെട്ടിരുന്നു. ഈ സമുച്ചയത്തിൽ ഒരു ആശുപത്രി, സർവകലാശാല, മെഡിക്കൽ കോളേജ്, പാർക്ക്, ഹെലിപാഡ് എന്നിവയും ഉൾപ്പെടും.
ഈ പദ്ധതിക്കായി തന്നെ ഇതിനോടകം തന്നെ 3 കോടിയിലധികം തന്നെ രൂപയും സംഭാവനകൾ ലഭിച്ചിട്ടുണ്ട് എന്നും കബീർ വ്യക്തമാക്കുകയാണ് ചെയ്തിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.